ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ലേ? എന്നാൽ അത് മാത്രമേ ഉള്ളൂ എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നമസ്കാരം. പുതിയ ഒരു പൊളിറ്റിക്കൽ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ അല്പം രാഷ്ട്രീയ വിവാദങ്ങളുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്. ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായിരിക്കുന്നൊരു വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പേരാമ്പ്രയിലെ അനൗൺസ്മെൻറ്റ് വിവാദമാണ്. ഫാത്തിമ തഹ്ലി വളരെ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വാർത്ത കേട്ടതുകൊണ്ടാണോ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ LDF ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരു അനൗൺസ്മെൻറ്റുമായി പേരാമ്പ്രയിൽ രംഗത്ത് വന്നിരിക്കുന്നത്? ഇതാദ്യമായിട്ടല്ല. ഇതിനുമ്പ് പലപ്പോഴും പല ഘട്ടങ്ങളിലും ജയിക്കാനായി ഏതു മാർഗവും സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM എന്ന് അവർ ഇതിനു മുമ്പ് തന്നെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം വടകരയിലെ സ്ക്രീൻഷോട്ട് വിവാദം, അതിലുൾപ്പെടെ അവർ പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റി ഉള്ള രാഷ്ട്രീയ വിജയത്തിന്. അതിലൊന്നാണ് നമുക്കറിയാം, വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചില പരിപാടികൾ നടത്തി. അതുപോലെ തന്നെ ഏതു വിധത്തിലും വോട്ട് നേടുക എന്നുള്ളത് പിണറായി പറഞ്ഞതിന് ശരിക്കും വിരുദ്ധമായി 4 വോട്ടിന് വേണ്ടി 2 സീറ്റിന് വേണ്ടി ആദർശം പണയപ്പെടുത്തില്ല എന്നൊക്കെ പിണറായി പറയുന്നുണ്ടെങ്കിലും ശരിക്കും ചെയ്യുന്നതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായി നമ്മൾ കാണുന്നതും അത്തരത്തിലുള്ള ഒരു വലിയ വിവാദമാണ്. അത് കേരളം ഒട്ടും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചാണ് ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതിനൊരു രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാലും അധികമൊന്നും രാഷ്ട്രീയ പക്ഷമൊന്നുമില്ലാത്ത വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിൽ പോലും എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, പഴയ രാഷ്ട്രീയം. അതുമായി ചിലപ്പോൾ കുറച്ച് അനുബന്ധമായി ചിലപ്പോൾ കുറച്ച് ബന്ധങ്ങളുണ്ടായേക്കാം എൻ്റെ വീഡിയോസിനൊക്കെ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഫുൾ വീഡിയോ കാണണമെന്നുള്ള അപേക്ഷ കൂടെ ഉണ്ട്. ഫുൾ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങേയറ്റത്തെ എന്താണ് പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. കാരണം വെച്ചാൽ നിവൃത്തികേടാണ്. ഒരു തരത്തിലും പേരാമ്പ്ര പ്രവർത്തനത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ന്യൂജൻ ചെറുപ്പക്കാരും പെൺകുട്ടികളും ഒക്കെ അത്യാവേശത്തോടു കൂടിയാണ് ഈ ഫാത്തിമ തഹ്ലിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നത്. ആ സമയത്ത് ഇവര് ഇങ്ങനെ ഒരു മാർഗം ആലോചിക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. പിന്നെ എന്താണ് 1957 പിന്നെ നാദാപുരത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ മത്സരിക്കുമ്പോൾ CH കണാരൻ തോൽക്കും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ CH കണാരന് വോട്ടില്ല, കള്ളത്തീയന് വോട്ടില്ല, കൊടാത്തീയന് വോട്ടില്ല എന്നൊരു ഒരു പ്രചരണം CPM നടത്തിയത്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു ചർച്ചയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അതെന്താണ് കാര്യം ചോദിച്ചാൽ, ഒരു ജയിക്കൂല എന്നൊരു അവസ്ഥ വരുമ്പോ ഒരു ഈഴവ ബെൽറ്റിനകത്ത്, തീയ ബെൽറ്റിനകത്ത് CH കണാരൻ നമ്മുടെ തീയൻപെട്ട ഒരാളാണ്, അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ്. റിവേഴ്സ് ആയിട്ടാണ് അന്ന് മുതൽ അതാണ്. അതൊരു CPM രീതിയാണ്. ഇവിടെ ഇപ്പോ തഹ്ലിയെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് CPM അനൗൺസ് ചെയ്യുന്നത്. തഹ്ലിയെ ഇവിടെ പ്രചരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് അവരാരോപിച്ചു. അവര് റിവേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ CPM സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പരാജയത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ സാധാരണ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഈ പേരാമ്പ്രയിലെ ഈ വടകരയിലെ കാഫ് ഒരു സ്ക്രീൻഷോട്ട് DYFIയും CPM ചേർന്നുണ്ടാക്കിയതാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അതിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അത് CPMന്റെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ ആ നേതാവിന്റെയും വനിതാ നേതാവിന്റെയും മകനായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലാണ് അതങ്ങ് പെട്ടെന്ന് നിന്നുപോയത്. ഇതൊക്കെ എല്ലാവർക്കും ഈ കോഴിക്കോട് ജില്ലയിലെ ആളുകൾക്ക് അറിയാം, അവിടത്തേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുള്ളത്. സത്യത്തിൽ പിന്നെ CPMനകത്ത് അതിനകത്ത് പങ്കുണ്ടായിരുന്നില്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? വളരെ കൃത്യമായ അന്വേഷണം നടത്തി ഒരാളെ കൊണ്ടുവന്ന് അയാൾ ഇവര് കേസെടുത്ത് നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കൊണ്ടുവരുകയല്ലേ വേണ്ടത്. അങ്ങനെ വരുമ്പം CPMന് ഈ അപരാധത്തിൽ രക്ഷപ്പെടാലോ. നമ്മൾ BJP പോലും പറയാൻ മടിക്കുന്ന അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഇത്ര രാഷ്ട്രീയ ചെറ്റത്തരം എങ്ങനെ LDFന് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് നാണം കെട്ടൊരു കാര്യം തന്നെയാണ്.